ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളെ വണ്ടിൻ്റെ മൈലേജ് ചെക്ക് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. വാഗനർ CNG വണ്ടി. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയ നല്ല റോഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ടൗണിൽ ഓടുമ്പോൾ നമുക്ക് കിട്ടൂല. ഇന്ന് നല്ല ഹൈവേയിലാണ് പോയത്. എറണാകുളം ടു പാലക്കാട് പോയി വന്നു. 146 എന്തോ കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇന്നലെ ഊബറിൽ 200 രൂപയുടെ കസ്റ്റമറെ കിട്ടിയതാണ്. അവരിങ്ങനെ ലോങ് പോകാറുണ്ടോ എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടപ്പോൾ ട്രിപ്പ് കിട്ടിയതാണ്. നമ്മൾ 7:45 പോയി. ഇപ്പോൾ ഇവിടെ 2:30 ആയപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്തു. ഒരു 7 മണിക്കൂർ കൊണ്ട് അവരെ പാലക്കാട് പോയിട്ട് തിരിച്ചു വന്ന്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇവിടെ നമുക്ക് 3 ഘട്ടം ഉണ്ടായിരുന്നു. CNG ബാലൻസ് ഉണ്ടായിരുന്നു 3 ഘട്ടം. അപ്പോൾ അതിലാണ് നമ്മൾ തുടങ്ങിയത്. 3 ഘട്ടയിൽ നമ്മൾ തുടങ്ങിയിട്ട് പോകുന്ന വഴിക്ക് ഞാൻ ഫുള്ള് CNG കാലി ആയതിന് ശേഷം അടിച്ചിട്ട് ട്രിപ്പ് 0 ഇട്ടിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരണമെന്ന് കരുതിയ വീഡിയോ. പക്ഷേങ്കിൽ നമ്മൾ ഫുള്ള് കാലിയായി ലാസ്റ്റ് ഘട്ടം ബ്ലിങ് ചെയ്യുമ്പോഴാണ് ഞാൻ CNG അടിച്ചത്. ഫുൾ ടാങ്ക് അടിച്ചിട്ട് കാട്ടിത്തരാമെന്ന് വിചാരിച്ചത്. പക്ഷേങ്കിൽ അവിടെ പ്രഷർ ഉണ്ടായില്ല. പമ്പിൽ ഗ്യാസ് അല്ല. അപ്പോൾ പ്രഷർ ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് കയറൂല. അപ്പോൾ നമ്മൾ 550 രൂപയ്ക്ക് അവിടുന്ന് അടിച്ചതേ ഉള്ളൂ. നമുക്ക് 10 ഘട്ടം കയറിയില്ല, 8 ഘട്ടം കയറിയത്. 2 ഘട്ടം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിലോമീറ്ററിൻ്റെ ഞാൻ കാട്ടിത്തരാം മൈലേജ് എത്ര നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ആ CNG അടിച്ചപ്പെട്ട ട്രിപ്പാണ് ഇത്. 181.6 കിലോമീറ്റർ പോടി. അവരെ കസ്റ്റമർ ഇവിടെ ഇരുമ്പനത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് അവിടുന്ന് 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അതുവരെയുള്ള കിലോമീറ്ററാണ് ഇത് 181. അതിലിനിയും ഇതാണ്ടോ CNGൻ്റെ 2 പുള്ളി ഉണ്ട്. 2 പുള്ളി ഇനിയും ബാലൻസ് ഉണ്ട്. ഇത് പെട്രോളിൻ്റെ 2 പുള്ളി ഇനിയും ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് ഓടിയ ഹൈവേൻ്റെ സ്ഥലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഘട്ടമ്പോൾ 30 കിലോമീറ്റർ വെച്ച് 60 കിലോമീറ്റർ ഇനിയും ഓടാനില്ലേ ഇത് അതിലുണ്ട്, ഫ്യൂവൽ അതിലുണ്ട്. അപ്പോൾ ഈ 181 മറ്റേ നമ്മളെ 60 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 181 പ്ലസ് 60 241 കിലോമീറ്റർ ഓടാത് ശരിക്ക്. പക്ഷെങ്കിൽ ഇനി ടൗണാണ് ഇത്. കാക്കനാട് ഇരുമ്പനം പാലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി ഓടാൻ കഴിയൂല. അങ്ങനത്തെ ഹൈവേയിലുള്ള മൈലേജാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ അടിച്ചത് അവിടെ പ്രഷർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ CNG അടിക്കണതൊക്കെ ഇവിടെ എഴുതി വെക്കാറുണ്ട് കഥാ ബുക്കിൽ. 550 രൂപക്ക് CNG അടിച്ചു. ഇതണ്ട 550 രൂപക്കാണ് ഞാൻ CNG അടിച്ചത്. ആ 550 അടിച്ചിട്ട് നമ്മളിപ്പോൾ 181 കിലോമീറ്റർ ഓടി. ഇനിയും 2 പുള്ളി ബാലൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും ഇനിയും അങ്ങനത്തെ റോഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 241 കിലോമീറ്റർ നമുക്ക് ഇനിയും ഓടാൻ പറ്റും. അപ്പോൾ 550 രൂപക്ക് അടിച്ചിട്ട് 241 കിലോമീറ്റർ ഓടാം. നല്ല റോഡാണെങ്കിൽ. ഇവിടെ ജംഗ്ഷനിൽ അത് പറ്റൂല. ജംഗ്ഷനിൽ നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ ഫുൾ ടാങ്ക് നമ്മളെ കുറ്റി വരുന്നത് 730 740 ആ റേഞ്ചാണ്. ആദ്യം 700 രൂപക്കായിരുന്നു, 710 രൂപയ്ക്കായിരുന്നു ഫുൾ ടാങ്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 730 CNGൻ്റെ വില കൂടി. ഇപ്പോൾ 1 കിലോന് 89 രൂപയായി. ഞാൻ വരുമ്പോഴൊക്കെ കുറവായിരുന്നത്. ഇപ്പോൾ കൂടിയതുകൊണ്ട് ഫുൾ ടാങ്കിന് റേറ്റ് കൂടി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ 550 രൂപയ്ക്ക് അടിച്ചിട്ട് നമ്മൾ 241 കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റും. പക്ഷേങ്കിൽ നമ്മൾ 181 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുള്ളൂ. പിന്നെ നമ്മളെ ഫുൾ ടാങ്ക് CNG 10 ഘട്ടം നമ്മൾ ഫുള്ളായിട്ട് കാലിയായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് CNG അടിച്ചതിന് ശേഷമുള്ള ട്രിപ്പ് ഇട്ടതാണ് ഞാൻ ഈ 181. ഈ ബിയിൽ കിടക്കുന്നത് 283.3 കിലോമീറ്റർ. അത് ഞാൻ കസ്റ്റമറെ പിക്ക് ചെയ്തതിന് ശേഷം ഇതുവരെയുള്ള കിലോമീറ്ററാണത്. മറ്റേത് CNG അടിച്ചതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഇത് ഇവരോട് ഞാൻ കിലോമീറ്ററിനാണ് റേറ്റ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ട്രിപ്പ് ഇട്ടിട്ട് പോയിക്കായിരുന്നു. അവർക്ക് അത്ര കിലോമീറ്റർ കറക്റ്റ് അറിയാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ ഇന്നലത്തെ ബാലൻസ് ഇതിൽ CNG 3 ഘട്ടം ഉണ്ടായിരുന്നു. വണ്ടി എടുത്തപ്പോൾ 3 ഘട്ടം. അപ്പോൾ ഞാൻ CNG അടിച്ചപ്പോൾ എനിക്ക് ഫുൾ ടാങ്ക് കയറിയില്ല. അവിടെ പ്രഷർ ഇല്ലാത്തതുകൊണ്ട് 10 ഘട്ടമാണ് കയറാറ്. അതിൽ നമുക്ക് 8 ഘട്ടമേ കയറിയിട്ടുള്ളൂ. ആ 8ൽ ഇനിയും ബാലൻസ് ഉണ്ട് 2 ഘട്ടം. അപ്പോൾ 8ന്ന് 2 കുറച്ചാൽ 8 പോയി 6 ഘട്ടമാണ് നമ്മൾ യൂസ് ചെയ്തത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ 6ഉം നമ്മൾ എടുത്തപ്പോൾ ഉള്ള 3 ഘട്ടയും 7, 8, 9 ഒരു ഫുൾ ടാങ്ക് ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. 9 ഘട്ടൻ്റെ ഫ്യൂവൽ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മൾ ടോട്ടൽ എത്ര ഓടി? 283.3 കിലോമീറ്റർ ഓടി നമ്മൾ. അപ്പോൾ ഒരു ഫുൾ ടാങ്ക് CNGയിൽ കറക്റ്റ് അതുപോലത്തെ നല്ല റോഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 300-310 കിലോമീറ്റർ എന്തായാലും നമുക്ക് ഓടാൻ പറ്റും. ഇപ്പോൾ ഇത് 283 അതും ആ ഒരു അങ്കമാലിക്ക് ശേഷം ഇങ്ങോട്ട് എറണാകുളം ഭാഗത്തേക്ക് ചെറിയ ബ്ലോക്കും കാര്യങ്ങളാണ്. അതും ഹൈവേ തന്നെയാണ്. പക്ഷേ എങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മറ്റേ ഹൈവേൻ്റെ അത്ര ഒരു സുഖം കിട്ടൂല.
തൃശ്ശൂരിന് അങ്ങോട്ട് ആ തുരങ്കം വഴി പോകുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം നല്ല റോഡാണത്. അപ്പം അങ്ങനെ ആ റോഡ് പിടിക്കുമ്പോൾ ഉള്ളതാണിത്. സാധാരണ നമ്മളിവിടെ ടൗണിൽ ടാക്സി ഓടുമ്പോൾ നമുക്ക് 700 രൂപക്കൊക്കെ ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ 190, 200 കിലോമീറ്റർ, 210, ചില ദിവസങ്ങളിൽ 230 കിട്ടും. 190 കിട്ടണത് 1-2 ഓട്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ നമുക്ക്. കൂടുതലും ഒരു 220, 200 ആ റേഞ്ചിൽ. ബാക്കി അത്രയും കിലോമീറ്റർ നമുക്ക് ഷോർട്ട് വരും. അത് നമ്മൾ ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ ഓടിയിട്ടാണ് ബ്ലോക്ക് ഇവിടെ അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. അപ്പോൾ നല്ല റോഡ് കിട്ടിയാൽ മാക്സിമം ഇത്ര മൈലേജ് കിട്ടും, ഒരു 300-310 കിലോമീറ്റർ കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വണ്ടിൻ്റെ മൈലേജിൻ്റെ കാര്യങ്ങൾ. ഒരു ഫുൾ ടാങ്ക് ഒരു 730-40 രൂപക്ക് അടിച്ചു കഴിഞ്ഞാൽ 300-310 കിലോമീറ്റർ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് നിലവിൽ. അതും നമ്മൾ AC ഒക്കെ ഇട്ടിട്ടാണ് പോയത്. AC ഒക്കെ 3-ൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഇത്രയും ഒരു കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കമ്പനി ഫിറ്റ് CNG ആണ്. കമ്പനിയിൽ നിന്ന് ടാക്സി ആയിട്ട് തന്നെ ഇറക്കിയതാണ്. അപ്പോൾ ഇതിന്മേ ടാക്സിക്ക് പെർമിറ്റ് കിട്ടണ ഒരു കാര്യമാണ്. ടാക്സിക്ക് സ്പീഡ് ഗവർണർ വെക്കണം. 80 കിലോമീറ്ററിൻ്റെ മേലെ ടാക്സി പോകില്ല. എല്ലാ വണ്ടികളും വെക്കൂല, അതുണ്ടായാലുള്ള പെർമിറ്റ് കിട്ടുള്ളൂ RDOൻ്റെ. അപ്പം നമ്മളെ വണ്ടി കമ്പനിയിൽ നിന്ന് തന്നെ ഇറങ്ങണതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഫിറ്റ് ആയിട്ടുള്ള സ്പീഡ് ഗവർണറാണ്. അപ്പോൾ 80-ൻ്റെ മേലെ പോകില്ല. അപ്പോൾ ആ ഒരു 80-ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയതുകൊണ്ടുള്ള മൈലേജും ആവും. നമ്മൾ 80-ലാണ് പോയിട്ടുള്ളത്. അതിൽ നമുക്ക് സ്പീഡ് കട്ട് ഓഫ് ആവും. അങ്ങനെ നമുക്കൊരു ഫുൾ ടാങ്കിൽ 730 രൂപക്ക് 310 കിലോമീറ്ററിൻ്റെ അടുത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്ര ഉള്ളൂ മൈലേജിൻ്റെ കാര്യങ്ങൾ. വാഗനറാണിത്. വാഗനർ 2023 മോഡൽ കമ്പനി ഫിറ്റ് CNG. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.